ഹലോ, ഇനി നമുക്ക് പറയാനുള്ളത് ചാപ്റ്റർ 1ത്തെ റിമൈനിങ് പോർഷൻസാണ്. അതിൽ ഇനിയുള്ളത് നമ്പർ സിസ്റ്റമാണ്. ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം, അതായത് ഏതൊക്കെ നമ്പർ സിസ്റ്റമാണ് ഉള്ളത്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫോർമേഷന് ഡിജിറ്റൽ സിസ്റ്റം, അത് നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഇൻഫോർമേഷൻ റെപ്രസെൻ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതിൽ 4 ടൈപ്പ് ഓഫ് നമ്പേഴ്സ് സിസ്റ്റം ഉണ്ട്. ഡെസിമൽ സിസ്റ്റം, ബൈനറി സിസ്റ്റം, ഒക്ടൽ സിസ്റ്റം, ഹെക്സ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അത് നോക്കിയാൽ അതിൽ ഡെസിമൽ നമ്പേഴ്സ്, ഫസ്റ്റ് വൺ ഡെസിമൽ നമ്പേഴ്സിൽ അവിടെ കാണിക്കുന്നുണ്ട് ബേസ് 10 to 0 to 9. ആ ബേസ് 10 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നറിയാനും വേണ്ടിയിട്ടുള്ളതാണ് ബേസ് 10 എന്നുള്ള പറയുന്നത്. അതിൽ 0 to 9 എന്ന് പറയുമ്പം 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ ടോട്ടൽ 10 നമ്പേഴ്സ്. ഓക്കെ, ബൈനറി നമ്പേഴ്സിൽ ബേസ് 2 എന്ന് പറയുമ്പം 2 നമ്പേഴ്സ് പറയുമ്പോൾ അതിൽ 0, 1. ഇനി നെക്സ്റ്റ് ഒക്ടൽ നമ്പേഴ്സ്, ഒക്ടലിൽ 8 പറയുമ്പോൾ 0 to 7 എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ എത്രയായി? 8 ആയി. ഇനി നെക്സ്റ്റ് വണ്ണാണ് എക്സാഡെസിമൽ നമ്പേഴ്സ്. അതിൽ എത്രയാണ്? 16 16 ഉള്ളത് എക്സാഡെസിമൽ. അതിൽ നമ്പേഴ്സ് ഇൻഡിജേഴ്സും വരുന്നുണ്ട്, അതായത് ന്യൂമറിക്കും വരുന്നുണ്ട്, ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. ന്യൂമറിക്സ് ഏതൊക്കെയാണ്? 0 to 9, ക്യാരക്ടറിസ്റ്റിക് A to F. ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ A to F. അതിൽ 0 to 9 പറയുമ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ അത് 10 നമ്പേഴ്സ് 10. പിന്നെ ക്യാരക്ടേഴ്സ് A to F, A, B, C, D, E, F അങ്ങനെ അത് 6, ക്യാരക്ടേഴ്സ് 6, നമ്പേഴ്സ് 10. അങ്ങനെ ടോട്ടൽ 16 ആണുള്ളത് എക്സാഡെസിമൽ നമ്പേഴ്സിൽ. അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇൻക്ലൂഡ്, ബൈനറിയിൽ ഏതൊക്കെയാണ്, ഒക്ടലിൽ ഏതാണ്, ഡെസിമലിൽ ഏതാണ്, എക്സാഡെസിമലിൽ ഏതൊക്കെയാണെന്നുള്ളത് എന്നൊക്കെ അവിടെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ല? ആ ബേസ് എന്ന് പറയുന്ന ആ ബേസായിട്ട് കൊടുക്കുന്നത് എത്ര ടോട്ടൽ നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോരോ കൺവേർഷൻസാണ് ഇതിൽ പറയാനുള്ളത്. അതായത് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക്, ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക്, പിന്നെ ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക്, ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക്, അങ്ങനെ ഓരോരോ നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക്, ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർഷൻസാണ് ഇനി പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻസ്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻസ് ആണ് പറയാനുള്ളത്. ഡെസിമൽ ടു എന്താണ്? ബൈനറി കൺവേർഷൻസ് കേട്ടോ. ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കാണ് കൺവേർഷനാണ്. അതിൽ ആദ്യം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക. 4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ എടുക്കുക. 4 എന്നുള്ള നമ്പറിനെ നമ്മൾ എന്തിലേക്കാക്കണം? ബൈനറിയിലേക്കാക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ 4നെ ഇങ്ങനെ 2 പാർട്ട് ഉണ്ടാവും, ഡിവിഡൻഡ്, റിമൈൻഡർ, അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഉണ്ടാവുക, ഡിവിഡൻഡും റിമൈൻഡറും. അതിൽ നമ്മൾ 4 എന്നുള്ള നമ്പർ എടുത്ത് അതിന് നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? അതിൻ്റെ ഡിവിഡൻഡ് 2, അതിൻ്റെ കറക്റ്റായിട്ട് അതിൽ 4ന് 2 അല്ല, അപ്പോൾ എന്ത് റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വണ്ണ് ഈ 2 ഇല്ലേ, നമുക്ക് കിട്ടിയ ഈ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും? ഡിവിഡൻഡ് 1.
റിമൈൻഡർ 0. ഇനി നമ്മൾ ഈ കിട്ടിയ 1നെ എന്തായിരിക്കും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. റിമൈൻഡർ എന്തായിരിക്കും? അതിൻ്റെ റിമൈൻഡർ പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, 1 അതിൻ്റെ റിമൈൻഡർ 1 ആയിരിക്കും. ഓക്കെ, ഇന്ന് നമുക്ക് കിട്ടിയ ആൻസർ റിമൈൻഡറുകൾ മാത്രം നോക്കുക, ഡിവിഡൻഡ് നോക്കണ്ട. റിമൈൻഡർ മാത്രം നോക്കിയാൽ എത്രയാണ് കിട്ടുക? 0 0 1 0 0 1. നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സ് റിവേഴ്സ് ഓർഡറിൽ എഴുതാം. നമുക്ക് കിട്ടിയ റിമൈൻഡർ റിവേഴ്സ് ഓർഡറിൽ എഴുതാണ് ഇനി ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് റിവേഴ്സ്, അതായത് നമുക്ക് കിട്ടിയ റിമൈൻഡറിൽ ഏതൊക്കെയാണ്? 0 0 നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സ് 0 0 1 ആണ് കിട്ടിയത്. അത് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പം 1 0 0. ഓക്കെ, ഇത് പറഞ്ഞാൽ ഇതാണ് ബൈനറി. നമ്മൾ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഈ ബൈനറി നമ്പറിൻ്റെ ബേസ് എത്രയാണെന്ന് നമുക്ക് അറിയാം. എത്രയാണ്? 2 ആണ് ബൈനറി നമ്പറിൻ്റെ ബേസ്. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് 2 എന്ന് എഴുതണം. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ എന്നായിട്ട് എടുക്കാം. അതിൽ 26 എടുക്കുക. ഡെസിമൽ നമ്പർ എത്രയാണ്? 26. ഇത് നമുക്ക് എന്തിലേക്ക്? 26 നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് റിമൈൻഡർ അങ്ങനെ 2 പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ 26നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 13. ഓക്കെ, അതിൻ്റെ റിമൈൻഡർ 0. ഇനി നെക്സ്റ്റ് ഈ 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, അതായത് 6 × 2 12. റിമൈൻഡർ എന്താ വരിക? 1. പിന്നെ ഈ കിട്ടിയ 6നെ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 3. അതിൽ റിമൈൻഡർ എന്താണ്? 0 കിട്ടും. പിന്നെ ഈ 3നെ 3/2 അതിൽ 1. റിമൈൻഡർ എന്താ കിട്ടുക? 1. ഇനി 1/2 1/2ൻ്റെ ഡിവിഡൻഡ് 1, റിമൈൻഡർ 1. അപ്പം നമുക്ക് അതിൻ്റെ ഇത് റിവൈസ് ഓർഡറിൽ എങ്ങനെ കിട്ടുക? റിവൈസ് ഓർഡറിൽ എന്നാല് താഴത്തുനിന്ന് മേലോട്ട് 1 1 0 1 0. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ഇത് കിട്ടുക? നമ്മൾ അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതാം? നമുക്ക് കിട്ടിയത് എന്താണ്? 1 1 0 1 0. അതിൻ്റെ ബേസ് എന്തായിട്ടാണ് വരിക? 2, കാരണം ബൈനറി നമ്പർ അല്ലേ. ഇങ്ങനെയാണ്. അതായത് നമുക്ക് കിട്ടണ ഡിവിഡൻഡ്, നമുക്ക് കിട്ടണ റിമൈൻഡറിൻ്റെ റിവേഴ്സ് ഓർഡറിൽ, അതായത് താഴത്തുനിന്ന് മേലോട്ടേക്ക് എഴുതാം. എന്നിട്ട് നമ്മൾ ബൈനറി നമ്പറിൻ്റെ ബേസ് എന്താണ്? 2 ചേർക്കുക. ഓക്കെ, അപ്പോൾ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കുള്ള കൺവേർഷൻസ് ആണ്. ഇനി നമ്മൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കാണെന്ന് പറഞ്ഞത്. അതിൽ ബൈനറി നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കെടുക്കാം 1 1 1 0 0 1. ഇത് ഞാൻ ടെസ്റ്റത്തെ എക്സാമ്പിളാണ് കേട്ടോ തരുന്നത്. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് റെഫർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം 1 1 0 0 1. അതിൻ്റെ ബൈനറി നമ്പറിൻ്റെ ബേസ് എന്താണ്? 2. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അതിൽ ബൈനറി നമ്പറിനെ ഒരു കോളം
അതായത് 1 1 1 0 0 1. അങ്ങനെ ബൈനറി നമ്പറിൻ്റെ ഇതാണ്. ഓക്കെ, എന്നിട്ട് ഈ ബൈനറി നമ്പറിൽ അതിൻ്റെ പവർ ഓഫ് 2 എഴുതുക. ഓരോ ബൈനറി നമ്പറിനും ആ പവർ ഓഫ് 2 എന്ന് എഴുതുന്നത് എന്താണെന്നാൽ ലാസ്റ്റ് നമ്പറിൽ നിന്ന് തുടങ്ങണം. പവർ ഓഫ് 2, അതായത് നമ്മൾ ലാസ്റ്റ് നമ്പറിൻ്റെ 1 ഉണ്ടല്ലോ, അതിന് നമ്മൾ 2⁻0 കൊടുക്കുക ലാസ്റ്റത്തെ നമ്പർ. പിന്നെ ഇങ്ങോട്ട് ലാസ്റ്റത്തെ നിന്നാണ് നമ്പർ കൊടുക്കുക, അതിന് ഓരോ ഡെസിമൽ വാല്യൂ കൊടുക്കുക എന്നാണ് പറയുക. അതിൻ്റെ പവർ കൊടുക്കുക 2⁻0. പിന്നത്തേൽ 2⁻1, പിന്നത്തെ 2⁻1, പിന്നെ 2⁻2, പിന്നെ 2⁻3, പിന്നെ 2⁻4. ഇവിടെ ഇവിടെ കൊടുക്കാനുള്ളത് 2⁻5 കേട്ടോ. ഈ കോളത്തിൽ ലാസ്റ്റ് കോളം 2⁻5. അങ്ങനെ ലാസ്റ്റ് ഇതിൽ നിന്ന് നമ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ലാസ്റ്റത്തെ നിന്ന് 2⁻0, അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കോട്ടേക്ക് നമ്പർ കൊടുക്കുക 2⁻0, പിന്നെ 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5. അങ്ങനെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുക. അതിന് ശേഷം അപ്പോൾ നമ്മളങ്ങനെ ഓരോ ബൈനറി നമ്പേഴ്സിനും അതിൻ്റെ 2ൻ്റെ പവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്കാണ് കൊടുക്കുക നമ്പർ. ഓക്കെ, ലാസ്റ്റ് 2⁻0 നിന്ന് തുടങ്ങിയിട്ടാണ് ഇതിന് പറയാം പ്ലേസ് വാല്യൂ കൊടുക്കുക എന്നാണ് കേട്ടോ പറയാം. ഇതിന് ഓരോന്നിനും പ്ലേസ് വാല്യൂ നൽകുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ പവറുകളും ഗുണിച്ചിട്ട് ആഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് മുതൽ നമ്മൾ തുടങ്ങാം ഓരോ ഇതിൻ്റെ പവറും. അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ നമ്മളെ ബൈനറി നമ്പർ 1111001 എന്നാണ്. അതിൻ്റെ പവർ ബേസ് പറഞ്ഞാൽ 2. എന്നിട്ട് അതിൻ്റെ ഓരോ പവറും, അതായത് ഈ ഫസ്റ്റിന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിന്നാണ് തുടങ്ങാം. 1 ഇൻറ്റു ആ ഫസ്റ്റ് നമ്പറിൻ്റെ പവർ ഓഫ് 2 എന്താണ് 2⁻5. 1 ഇൻറ്റു 2⁻5 പ്ലസ് 1 ഇൻറ്റു 2⁻4 പ്ലസ് 1 ഇൻറ്റു നെക്സ്റ്റ് ഏതാണ് 1 ഇൻറ്റു 2⁻3 പ്ലസ് പിന്നെന്താണ് 0 ആണ്. 0 ഇൻറ്റു 2⁻2 പ്ലസ് 0 ഇൻറ്റു 2⁻1 പ്ലസ് നെക്സ്റ്റ് 1 ഇൻറ്റു 2⁻0. ഓക്കെ അല്ലേ? ഇങ്ങനെ എന്നിട്ട് ഓരോന്നിൻ്റെ നമ്മൾ സോൾവ് ചെയ്യുക. 1 ഇൻറ്റു 2⁻5 2⁻5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 32 പ്ലസ് 1 ഇൻറ്റു 2⁻4 2⁻4 എന്ന് പറയുമ്പോൾ 16. ഓക്കെ, പ്ലസ് അതിന് 1 ഇൻറ്റു 2⁻3 പറയുമ്പോൾ 8. ഓക്കെ, പ്ലസ് പിന്നെ 0 ഇൻറ്റു 2⁻4 ആണ്. അപ്പോൾ നമ്മൾ 2⁻2 ആണ്. 2⁻2 പറഞ്ഞാണെങ്കിൽ 4 ആണ്. 4 ഇൻറ്റു 0 എന്നാൽ 0. അതുപോലെ തന്നെയാണ് 0 ഇൻറ്റു 2⁻1.
ഇനി നെക്സ്റ്റ് ഉള്ളത്, അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കണ്ട, സീറോനോട് കൂടിയിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 റൈസ് ടു 0. 2 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 പറഞ്ഞാൽ 1. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 32 പ്ലസ് 60 പ്ലസ് 8 പ്ലസ് 1 ചെയ്താൽ നമുക്ക് 57. ഇനി 57. ഈ 57 എന്നുള്ള നമ്പർ എന്താണ്? ഡെസിമലാണ്. ഡെസിമലിൽ എത്ര നമ്പേഴ്സാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഡെസിമലിൻ്റെ ബേസ് എത്രയാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പറാണെന്ന് അറിയാൻ ബേസ് 10. ഓക്കെ, ഇതാണ് ഇതിന്. അതായത് ഇതിന് പ്ലേസ് വാല്യൂ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യ ബൈനറി നമ്പർ എഴുതാം, എന്നിട്ട് അതിനെ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്ക് 2 റൈസ് ടു 0 മുതൽ പ്ലേസ് വാല്യൂ കൊടുക്കുക. അതിന് ഓരോന്നിൻ്റെ ബൈനറി നമ്പറും അതിൻ്റെ പവർ ഓഫ് 2 കൊണ്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആൻസർ അത് ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ബേസ് 10 കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ഡെസിമൽ ടു ഒക്ടൽ. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ബേസ് 8 കേട്ടോ. ഓക്കെ, ഇനി ഡെസിമൽ നിന്ന് ഒക്ടലിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു 516 എടുക്കുക. 516 ഡെസിമൽ നമ്പർ എന്നറിയാനും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബേസ് കൊടുക്കുക? 10. ഓക്കെ, അത് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ? അതായത് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ? അതുപോലെ തന്നെയാണ് ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്തത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഡിവിഡൻഡ്, റിമൈൻഡർ, അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതിൽ 516നെ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 70 കിട്ടും. അതിൻ്റെ റിമൈൻഡർ 0 കിട്ടും. ഇനി ഈ 70നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 8 കിട്ടും. റിമൈൻഡർ എന്താണ്? 6 കിട്ടും. ഓക്കെ, പിന്നെ കിട്ടുന്നത് 8 ആണ്. 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവിഡൻഡ് 1ഉം റിമൈൻഡർ 0യും. പിന്നെ ഈ 1നെ 1/8 ചെയ്താൽ ഡിവിഡൻഡ് 0യും റിമൈൻഡർ 1ഉം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടത്? 1 0 6 0 1. ഇത് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ അതായത് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? ആൻസർ നമുക്ക് എന്താ കിട്ടുക? 1 0 6 0. അതിൻ്റെ ബേസ് എന്താണ് വരിക? അതായത് ഇത് ഒക്ടലിലേക്കാണ്, ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒക്ടലിൽ എത്ര നമ്പേഴ്സാണുള്ളത്? 8. ഓക്കെ, അതിൻ്റെ ബേസ് ഒക്ടൽ നമ്പേഴ്സിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 8. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ അതിൻ്റെ റിമൈൻഡർ ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് ആണെങ്കിലോ, ഫ്രാക്ഷൻ പാർട്ട്, അതായത് 0.52 ഉള്ള ഫ്രാക്ഷൻ നമ്പേഴ്സാണ് എന്ത് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രാക്ഷൻ പാർട്ടായിട്ടുള്ള, അതായത് 0.52
4.52 എന്ത് ചെയ്യുക, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4.16 ആണ് കിട്ടുക. അപ്പോൾ അതിൽ 0.16 കിട്ടി, അതിൻ്റെ ഫ്രാക്ഷൻ പാർട്ട്. അതിൻ്റെ 4 എന്നുള്ളത് നമ്മൾ ക്യാരി ആയിട്ട്, അതിൻ്റെ നമ്മൾ 4 എന്നുള്ളത് നമ്മൾ അതിൻ്റെ ക്യാരി ആയിട്ട് കണക്ക് കൂട്ടാം. വിത്ത് ക്യാരി 4, അതായത് ഈ 4.16ൽ ഫ്രാക്ഷൻ പാർട്ടും അതിൻ്റെ നമ്പർ പാർട്ട് എന്താണ് ക്യാരി ആയിട്ട് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് എന്നിട്ട് നമ്മൾ ഈ 0.16 കിട്ടുമല്ലോ, അതിനെ വീണ്ടും 8 കൊണ്ട് ചെയ്യാം. 0.16നെ 8 കൊണ്ട് ചെയ്താൽ ആൻസർ കിട്ടുക 1.28 ആണ്. ഈ 1.28 എന്നുള്ളത് ഫ്രാക്ഷൻ പാർട്ട് 28 വിത്ത് ക്യാരി 1 ആയിട്ട് എടുക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ ഈ 0.8 എന്നുള്ള, അതായത് ഫ്രാക്ഷൻ പാർട്ട് മാത്രമായിട്ട് എടുക്കാനുള്ളത് നമ്പർ പാർട്ട് അവിടെ വെക്കുക. എന്നിട്ട് ആ ഫ്രാക്ഷൻ പാർട്ടിനെ മാത്രമാണ് നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് 0.28നെ വീണ്ടും 8 കൊണ്ട് ചെയ്യുമ്പം ആൻസർ കിട്ടുക 2.24 ആണ്. അതിൽ 2.24ഉം ക്യാരി എന്താണ്, ക്യാരി 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ക്യാരി. ഇനി ഈ 0.24 ഉണ്ടാവില്ലേ, അതിനെ വീണ്ടും 0.24നെ അതിനെ വീണ്ടും 8 കൊണ്ട് ചെയ്യാം. അതിനെ 8 കൊണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, കിട്ടുന്നത് 1.92 ആണ്. അതിൽ 9.92 അവിടെ വെച്ചിട്ട് ക്യാരി 1 ആയിട്ട് എടുക്കുക, ക്യാരി 1 ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു 4 വരെ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഓരോരോ ഇതുണ്ടാവുമല്ലോ, നമ്മൾ ഓരോ ക്യാരീസുകളുണ്ടല്ലോ, ആ ക്യാരീസിനെ എന്ത് ചെയ്യുക, ഓർഡറിൽ, അതായത് നമ്മൾ ഇവിടെ റിവേഴ്സിങ് ഓർഡറിലാണ് ചെയ്തത്. ഇത് റിവേഴ്സിങ് ഓർഡറിൽ ചെയ്യേണ്ട, അപ്പ് ടു ഡൗൺ ആയിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ക്യാരിയും നമ്മൾ ചെയ്യുക. അതായത് പോയിൻ്റ് ഇട്ടിട്ട് കേട്ടോ, 0 പോയിൻ്റ് എടുത്തിട്ട് നമ്മളെന്താണ് ക്യാരികൾ എഴുതാം അപ്പ് ടു ഡൗൺ വരെ, മുകളിൽ നിന്ന് താഴെ 4 1 2 1. ഓക്കെ, കിട്ടില്ലേ? അതിൻ്റെ ബേസ്, അതായത് അതിൻ്റെ ബേസ് പറഞ്ഞാൽ 8 ഒക്ടൽ നമ്പർ. അതായത് ഈ ഡെസിമൽ നമ്പർ എന്തായിരിക്കും, അതായത് 0.52 എന്നുള്ള ഫ്രാക്ഷൻ ആയിട്ടുള്ള ഡെസിമൽ നമ്പറിൻ്റെ ഒക്ടൽ നമ്പറാണ് എന്ത്, 0.4121. ഇതാണ് പ്രത്യേകം തെറ്റിപ്പോവാത്ത നോക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മളവിടെ ബൈനറി നമ്പറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ റിമൈൻഡറിൻ്റെ റിവൈസ് ഓർഡറിലാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ക്യാരി വെച്ച് ഈ ഫ്രാക്ഷൻ നമ്പറിൽ ക്യാരിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരി റിവേഴ്സ് ഓർഡറിൽ ചെയ്യരുത്. എന്ത് ചെയ്യണം, ആ അപ്പ് ടു ഡൗൺ ആയിട്ട്, അതായത് ഓരോ ഫ്രാക്ഷൻ പാർട്ടിനെയും നമ്മൾ ഫസ്റ്റ് തുടങ്ങുക, ആ ഫസ്റ്റത്തെ നമ്പർ നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷൻ പാർട്ടിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ കിട്ടുന്ന ആൻസർ നമ്പർ പാർട്ട് ക്യാരി ആയിട്ടും ഫ്രാക്ഷൻ പാർട്ട് അതുപോലെ ചെയ്യുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന എന്താണ്, ഫ്രാക്ഷൻ പാർട്ടിനെ 8 കൊണ്ട് ചെയ്യുക. എന്നിട്ട് അവിടെ കിട്ടുന്ന ആൻസറിനെ മുന്നത്തെ സ്റ്റെപ്പ് പോലെ നമ്പർ പാർട്ടിനെ നമ്മൾ ക്യാരി ആയിട്ട് ചെയ്യുക.
ഫ്രാക്ഷൻ പാർട്ടിനെ വീണ്ടും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. അതിൽ ക്യാരീസുകൾ മാത്രം എടുത്തിട്ട് അപ്പ് ടു ഡൗൺ ആയിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ടിട്ട് ഫ്രാക്ഷൻ നമ്പേഴ്സായിട്ട് എഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് ആ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. അത് നമ്മൾ മറ്റതിൻ്റെ പോലെ ആ റിമൈൻഡർ എടുക്കണ പോലെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എടുത്തു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാരി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പ് ടു ഡൗൺ ആയിട്ടുള്ള ഓർഡറിൽ തന്നെ എടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഒക്ടൽ ടു ഡെസിമൽ. അതിൽ ഒക്ടൽ നമ്പറാണ് 215. അത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഒക്ടൽ നമ്പർ പറഞ്ഞാൽ ബേസ് 8. ഓക്കെ, ഇനി അതിനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പവർ ഓഫ് 2 ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലേ, അതുപോലെ നമ്മൾ എന്താണ് 8ൻ്റെ പവർ കൊടുക്കുക. അപ്പം നമ്മൾ 2 1 5 ആണ്. ഓക്കെ, ഇതിൻ്റെ ഒക്ടൽ നമ്പറിൽ 2 1 5 ആണ്. ഇതിന്ന് നമുക്ക് പവർ ഓഫ് 8 കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? പവർ ഓഫ് 8 കൊടുക്കുക. ഒക്ടൽ നമ്പർ ഇതാണ്, പവർ ഓഫ് 8 കൊടുക്കുക. അതായത് പ്ലേസ് വാല്യൂ നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. ഈ 5ന് നമ്മൾ എന്ത് കൊടുക്കണം? 8 raised to 0. അത് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക്. 1ന് നമ്മൾ എന്ത് കൊടുക്കണം? 8 raised to 1. 2ന് നമ്മൾ എന്ത് കൊടുക്കണം? 8 raised to 2 കൊടുക്കണം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? 2 1 5 കൊടുക്കുമ്പോൾ ഈ ഇതിൻ്റെ ഒക്ടൽ നമ്പറിലെ 2 × 8 raised അതിൻ്റെ പവർ പ്ലസ് 1 × 8 raised to 1 പ്ലസ് 5 × 8 raised to 0 കൊടുക്കുക. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ചെയ്തില്ലേ, ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് ചെയ്തില്ലേ? അതുപോലെ തന്നെ ഒക്ടലിലേക്ക് ചെയ്യുമ്പോൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2ൻ്റെ പവറാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ ഒക്ടൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ബൈനറി നമ്പേഴ്സ് ആയാണ് 2ൻ്റെ കൊടുത്തത്. ഇതിൽ ഒക്ടൽ നമ്പേഴ്സാണ് നമ്മൾ 8ൻ്റെ പവർ ലാസ്റ്റ് വാല്യൂ ആയിട്ട് പ്ലേസ് വാല്യൂ ലാസ്റ്റിൽ നിന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് 2 raised to 8 raised to 2 × 8 raised to 2 അതായത് 64. 2 × 64 പ്ലസ് 1 × 8 raised to 1. 8 raised to 1 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1 × 8 പ്ലസ് പിന്നെന്താണ് 5 × 8 raised to എന്തിൻ്റെ പവർ 0 ആണെങ്കിൽ അത് പറഞ്ഞാൽ 1 ആയിരിക്കും ആൻസർ. അപ്പോൾ 5 × 8 raised to 0 പറയുമ്പോൾ 5 × 1. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ആൻസർ 2 × 64 പറഞ്ഞാൽ 128 പ്ലസ് 1 × 8 8 പ്ലസ് എന്താണ് 5 × 1 5 ഈക്വൽ ടു 141. അപ്പോൾ ഇത് നമ്മൾ എന്തിലേക്കാണ് മാറ്റുന്നത്? ഡെസിമലിലേക്ക്. ഡെസിമലിൽ എത്ര എണ്ണമുള്ളത്? 10 അല്ലേ ഉള്ളൂ. അപ്പോൾ ഡെസിമൽ നമ്പർ ആകുമ്പോൾ എന്താണ് 10ലേക്ക് 10ൻ്റെ ബേസായിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ്? 141 ബേസ് 10. അതായത് ഇങ്ങനെ നമ്മൾ ചെയ്തത് ഓരോ ആ നമ്പേഴ്സിനും എന്താണ് പ്ലേസ് വാല്യൂ കൊടുക്കുക. പ്ലേസ് വാല്യൂ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് അതിൻ്റെ പ്ലേസ് വാല്യൂ കൊടുത്തിട്ട് അതിൻ്റെ ഓരോ നമ്പേഴ്സിൻ്റെ പവർ കൊണ്ടും
മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളെന്ത് ബൈനറി കൺവേർഷൻ നടത്തിയത് ബൈനറി ഡെസിമലിലേക്ക് കൺവേർഷൻ ചെയ്തതുപോലെ തന്നെയാണ് ഒക്ടലിന് ഡെസിമലിലേക്ക്. അവിടെ 2 ആണ്, 2ൻ്റെ പവറാണ് കൊടുത്തതെങ്കിൽ നമ്മളിവിടെ എന്താണ് 8ൻ്റെ പവറാണ് കൊടുക്കേണ്ടത്. അത്ര ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ.